തൻ്റെ സഹോദരൻ്റെ നിര്യാണത്തിൽ മോശ എഴുതി ആലപിച്ച പ്രത്യാശയുടെ ഗീതമാണ് 90-ാം സങ്കീർത്തനം. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുക, പ്രായമുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇവിടെ ഉണ്ട്. ഇനി എത്ര കാലം കൂടെ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും? ഞാൻ ജീവിച്ചതിൻ്റെ അത്രയും കാലം ജീവിക്കുമെന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇനി 50 കൊല്ലം കൂടെ ഞാൻ ജീവിക്കുമെന്ന് ധൈര്യമായി പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? വേണ്ട, ഒരു 10 ദിവസം കൂടെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? നിങ്ങളോട് സംസാരിച്ചെൻ്റെ സംഭാഷണം തീർത്ത് ഇവിടെ ഇരിക്കാൻ കഴിയുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അതിനിടയിൽ ഒരുപക്ഷെ ഞാൻ കുഴഞ്ഞു വീട് മരിക്കാം. അങ്ങനെയുള്ള എത്രയോ മരണങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കുന്നത്? ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവർ ആയിത്തീർന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മരണം എന്നവിടെ പറഞ്ഞിരിക്കുന്ന ആ പദത്തിൻ്റെ അർത്ഥം ഈ മരണത്തെക്കുറിച്ച് മാത്രമല്ല. മരണം എന്ന വാക്കിൻ്റെ അർത്ഥം വേർപാടെന്നാണ്, സെപ്പറേഷൻ എന്നാണ്. പാപം ചെയ്തപ്പോൾ ആദം ഹവ്വമാരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു. നിരന്തരമായി ദൈവവുമായി ഇഴുകിച്ചേർന്ന് ബന്ധപ്പെട്ട് ഒരുമിച്ച് കണ്ട് കൂട്ടായ്മ പുലർത്തിയിരുന്ന ആദം ഹവ്വമാർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്ന് ഓടി മാറാൻ തുടങ്ങി. ദൈവം തേടിയെത്തിയിട്ടും അവർ നിൽക്കുന്നില്ല, അകലങ്ങളിലേക്ക് പോവുകയാണ്. They were separated from God. അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആ അവസ്ഥയിലാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അത് 1-ാമത്തെ മരണമാണ്. 1-ാമത്തെ മരണത്തിന് വിധിക്കപ്പെട്ട മുഴുവൻ ആളുകളും നിത്യമരണത്തിൻ്റെ അവകാശികളാണ്. ഇറ്റേണൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്നും ദൈവത്തിൽ നിന്ന് അകന്നു കഴിയാൻ മാത്രം. അത് ഈ ഭൂമിയിൽ മാത്രമല്ല, ഭൂമിക്കപ്പുറത്ത് മരണാനന്തരം ഒരു ജീവിതമുണ്ട്. നമ്മളൊക്കെ അത് വിശ്വസിക്കുന്നവരാ. ആ സമയത്ത് ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുമോ, ദൈവത്തോട് അടുത്ത് കഴിയുമോ? ബൈബിളിലെ ആദ്യം എഴുതിയ പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്. അതിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്: മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? അതേ ചോദ്യം മറ്റൊരു ഭാഷ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ചോദിക്കുകയാണ്: ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ആ ചോദ്യം ഇവിടെയുള്ള മുഴുവൻ ആളുകളോടും പ്രായഭേദമന്യേ ചോദിക്കുകയാണ്. സ്നേഹിത, സഹോദരി, പ്രിയമ്മച്ചി, പ്രിയ പിതാവേ, ഇന്ന് നിന്റെ മരണമാണെങ്കിൽ നീ എവിടേക്കായിരിക്കും പോകുന്നത്? അതിൻ്റെ ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. നിത്യജീവിതത്തിൽ, മരണാനന്തര ജീവിതത്തിൽ എവിടെയായിരിക്കണമെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള തിരഞ്ഞെടുപ്പിന്റെ കാലമാണ് ഈ ഭൂമിയിലെ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. പ്രൊബേഷൻ കാലമാണിത്. ഇവിടെ വെച്ച് അത് തിരഞ്ഞെടുക്കണം. ആ തിരഞ്ഞെടുപ്പിനുള്ള ചോയ്സ് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് 90-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യം നാം ചിന്തിക്കേണ്ടത്. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ. എന്തിനു വേണ്ടി ജ്ഞാനം പ്രാപിക്കണം? ഞാൻ മരിച്ചാൽ എവിടെ എത്തും? അത് തിരിച്ചറിയാനുള്ള ഒരു ബോധം. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ഞാൻ പാപിയാണെന്നുള്ള ബോധമുണ്ടാകും. പാപത്തിൽ നിന്ന് മോചനം ആവശ്യമാണെന്ന് വരും.
പാപമോചനത്തിൻ്റെ വഴി ഏത്? ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ യാഗമാണ്. പാപം കൂടാതെയുള്ളവൻ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായി, സാക്ഷാൽ ദൈവമായിരുന്ന കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും, ഞാൻ ഉൾപ്പെടെ, ഭൂമിയിലെ മുഴുവൻ മനുഷ്യരുടെയും, ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഉച്ചനീചത്വങ്ങളൊന്നുമില്ലാതെ എല്ലാവരുടെയും പാപം യേശുവിൻ്റെ മേലാക്കി അവൻ പാപമായി തീർന്നു. നമ്മുടെ അകൃത്യങ്ങളിൽ നിന്നും നമ്മുടെ പാപങ്ങൾ നമുക്ക് മോചനം തരുവാൻ നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു നാം അനുഭവിക്കേണ്ട എല്ലാ കഷ്ടങ്ങളും എല്ലാ പീഡകളും ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ എല്ലാ ശിക്ഷയും തൻ്റെ ശരീരത്തിൽ അനുഭവിച്ച് നമുക്ക് വേണ്ടി നമുക്ക് പകരമായി അവൻ കാൽവറിയിൽ യാഗമായി തീർന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും എന്ന് അരുളി ചെയ്തു. യേശുവാണ് ജീവൻ. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു. എങ്ങനെ? ജീവനായവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചു. എന്തിന്? പാപം മൂലം മരിച്ച നമ്മെ അവിടെ ഒന്ന് ഉദ്ധരിച്ച് ജീവനിലേക്ക്, സമൃദ്ധിയായ ജീവനിലേക്ക് കൊണ്ടെത്തിക്കുവാൻ, എൻ്റെ ജീവിതത്തെ ശോധന ചെയ്യുവാനുള്ള അവസരമായി ഈ അവസരം കണ്ടെത്തണം. ഒറ്റ വഴിയേ ഉള്ളൂ. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക, പാപമേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുക, ദൈവ പൈതലായി തീരുക. നീ ദൈവ പൈതലായി തീരുമ്പോൾ, ദൈവ മകനോ മകളോ ആയി തീരുമ്പോൾ, നിന്റെ പേര് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ജീവന്റെ പുസ്തകത്തിൽ പേര് കാണാത്ത സകലരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട സ്വർഗീയ പൗരന്മാരെ കുറിച്ച് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. പൗലോസ് പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. എന്തിന്? അവന്റെ വ്യാപാര ശക്തിയാൽ, സകലത്തെയും കീഴ്പ്പെടുത്തുവാനുള്ള അവന്റെ വ്യാപാര ശക്തിയാൽ ഈ താഴ്ചയുള്ള ശരീരത്തെ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും രോഗാതുരമായ, ദ്രവത്വമുള്ള, മർത്യമായ ഈ താഴ്ചയുള്ള ശരീരത്തെ അവൻ തൻ്റെ മഹത്വമുള്ള തേജസ് ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ആ ബോധം പ്രാപിക്കാനാ. നമ്മുടെ അമ്മച്ചി 92 വർഷം ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ ചെറുപ്പക്കാർ പറയും, അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് നാളെ അങ്ങ് നന്നാകാം. വിചാരിക്കരുത്, മരണത്തിന് സമയമില്ല. ആരും ചിരഞ്ജീവിയല്ലെന്ന് മാത്രമല്ല, ഏത് സമയത്തും സംഭവിക്കാം. മെനഞ്ഞാന്ന് കുന്നംകുളത്ത് ഞാനൊരു ശവസംസ്കാര ശുശ്രൂഷ നടത്താൻ പോയി. ഒരുപാട് ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പരമാവധി വീട്ടുകാരൊക്കെ കരയുന്നത് കണ്ടാലും ധൈര്യം സംഭരിച്ചു നിൽക്കും. എന്നാൽ ഞാൻ ആ ശുശ്രൂഷ ചെയ്തത് അറിയാതെ കരഞ്ഞുകൊണ്ട്. 5 വയസ്സുള്ള ഒരു കുഞ്ഞ്, നിഷ്കളങ്കയായ ഒരു കുഞ്ഞ്, മിടുക്കിയായ ഒരു കുഞ്ഞ്, എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായ ഒരു കുഞ്ഞ്. 5 വയസ്സേ ഉള്ളെങ്കിലും നന്നായി പ്രാർത്ഥിക്കുന്ന, നന്നായി വാക്യങ്ങൾ ചടുലമായി പറയുന്ന ഒരു കുഞ്ഞ്. സ്വിമ്മിംഗ് പൂളിൽ അതിൻ്റെ തലേ ദിവസം വൈകിട്ട് അവർ പാർക്കുന്ന ഒരു ഫ്ലാറ്റിലാണ്. വലിയ ഫ്ലാറ്റ് സമുച്ചയമായതുകൊണ്ട് അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. കുളിക്കാൻ ഇറങ്ങിയതാണ്. പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു, ചാടി കളിച്ചുകൊണ്ടിരുന്നു. എന്നും പോകുന്നു ആ കുട്ടികളൊക്കെ. അന്ന് ആ കുട്ടി പോയപ്പോൾ അമ്മ പറഞ്ഞു, മോളെ ഇന്ന് നീ പോകണ്ട. അപ്പോൾ പറഞ്ഞു, അമ്മേ ഇന്നൂടല്ലേ ഉള്ളൂ. കാര്യം അവരുടെ സ്വദേശം കുന്നംകുളത്ത്, ഇത് ആലുവായില്ല. ഇന്നൂടല്ലേ ഉള്ളമ്മേ എനിക്ക്, അതുകൊണ്ട് ഞാനൊന്ന് പോട്ടെ എന്ന് ചോദിച്ചാൽ കൊച്ച് കെഞ്ചിയപ്പോൾ അമ്മ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. ശരിയാണ്, കുഞ്ഞ് അന്നുകൂടെ ഉണ്ടായിരുന്നുള്ളൂ. 5 വയസ്സുള്ള ഒരു കുഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ അമ്മയോട് പറഞ്ഞ് കുളിക്കാൻ ചാടി കുളത്തിലേക്ക് പോയി. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ നിശ്ചലമായ ഒരു ശരീരമായി കിടന്നെങ്കിൽ ഞാനും നിങ്ങളും ഈ ലോകം വിട്ടെപ്പോൾ പോകും നമുക്കറിയില്ല. അതുകൊണ്ട് ഒരുങ്ങുക യേശുവിൻ്റെ വരവിനായി. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും.
പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നത് മുഴുവൻ ആളുകളെയും കൂടെ ചേർത്തല്ല, രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ഉദ്ദേശിച്ചാണ്. ആ ഭക്തന്മാർക്കൊപ്പമായി തീരുവാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.